ബ്രെഡ് പക്കോടയുടെ റെസിപ്പിയാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന പക്കോടേനേക്കാളിലും ക്രിസ്പിയും അതുപോലെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണിത്. ഇതുണ്ടാക്കാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു അര പാക്കറ്റ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇതൊരു 7 പീസൊക്കെ വരും. 7 പീസ് ബ്രെഡ് ഉണ്ട് അര പാക്കറ്റിൽ. ഇത് വെള്ളത്തിൽ ഒന്ന് ഇതുപോലെ മുക്കിയെടുത്തിട്ട് നന്നായി ഒന്ന് പിഴിഞ്ഞെടുക്കണം. എന്നിട്ട് ഒരു ബൗളിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. വെള്ളം തീരെ ഇല്ലാതെ പിഴിഞ്ഞെടുക്കണം. എല്ലാ പീസ് ബ്രെഡും ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം. ഇനി ഇതിനകത്തേക്ക് ഒരു ചെറിയ സവാള ചെറുതായിട്ട് കുത്തി അരിഞ്ഞത്, അതുപോലെ ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, അതുപോലെ മല്ലിയിലയും കറിവേപ്പിലയും അരിഞ്ഞത്. മല്ലിയില ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ടേസ്റ്റ് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഞാൻ ചേർത്തിട്ടില്ല, കറിവേപ്പില മാത്രമാണ് ചേർത്തത്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് വേണം. പിന്നെ 1 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസ് വേണം. റെഡ് ചില്ലി സോസ് നിങ്ങളുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ അതിന് പകരം 1/2 ടീസ്പൂൺ മുളക് പൊടി കൂടെ ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ടെല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒരല്പം മൈദ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് ശരിക്കും ഒന്ന് കൂടി നിൽക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളിത് പക്കോട റെഡിയാക്കി എടുക്കുമ്പോൾ വളരെ ലൂസായി പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് അത് ഓയിലിൽ സ്പ്രെഡായി പോകും. അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് കമ്പൈൻ ചെയ്ത് നിൽക്കാൻ ഒരല്പം മൈദ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ മൈദ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. അത്രയും ആവശ്യം വന്നിട്ടുള്ളൂ. പിന്നെ 1 ടീസ്പൂണ് ടൊമാറ്റോ സോസ് കൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് കൈ വെച്ചിട്ട് നല്ലതുപോലെ ഇതുപോലെ കുഴച്ചെടുക്കാം, മിക്സാക്കി എടുക്കാം. ഇനി നമ്മളിത് തിളച്ച എണ്ണയിലിട്ട് കോരി വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ചെറിയ ഉരുളകളാക്കിയിട്ട് എടുത്തിട്ടിടാം. നല്ല ഷേപ്പുള്ള ഉരുളകളാക്കി ഇടണം എന്നൊന്നുമില്ല. ജസ്റ്റ് കയ്യിൽ കുറച്ച് എണ്ണ തടവിയിട്ട് ചെറിയ ചെറിയ ബോൾസായിട്ട് നുള്ളി ഇട്ട് കൊടുത്താൽ മതി. പിന്നെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകൾ ഭാഗം മാത്രം പെട്ടെന്ന് റെഡ് കളറായിട്ട് അത് അതിൻ്റെ ഉൾവശം വേവാതെ അങ്ങനെയൊക്കെ തന്നെ ഇരിക്കും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. മീഡിയം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്തെടുക്കാം. കുറച്ച് സമയം എടുക്കും, ഒരു 5 മിനിറ്റൊക്കെ എടുക്കും നന്നായി ഒന്ന് ഫ്രൈ ആയിട്ട് വരാൻ. നല്ല ക്രിസ്പിയാണ് ഇത് കഴിക്കാനായിട്ട്. ടൊമാറ്റോ സോസിൻ്റെ കൂടെ അതുപോലെ തന്നെ പുതിന ചട്നിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. ഇതുപോലെ നല്ല ഗോൾഡൻ കളർ ആകുമ്പോൾ എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. എന്നിട്ട് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. കുറച്ച് കൂടുതൽ എണ്ണ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ പെട്ടെന്ന് ക്രിസ്പി ആയിട്ട് കിട്ടും. ഞാനിപ്പോൾ വളരെ കുറച്ച് എണ്ണയിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇനി ഇത് ചൂടോടെ തന്നെ നമുക്ക് കഴിക്കാം. ഇങ്ങനെ തന്നെ കഴിക്കാനും ടേസ്റ്റിയാണ്. അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സോസ് കൂടെ കൂട്ടിയിട്ട് കഴിക്കാനും ടേസ്റ്റിയാണ്. വളരെ എളുപ്പമല്ലേ അപ്പോൾ തയ്യാറാക്കാനായിട്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ബ്രെഡ് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ, ബാക്കിയുള്ള ചേരുവകളൊക്കെ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ആൻഡ് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായിട്ട് മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.